കേരളീയ സമൂഹത്തിൽ BJP അടക്കമുള്ള സംഘപരിവാര സംഘങ്ങൾ ശക്തിപ്പെടുന്നു എന്നത് നിഷേധിക്കാനാവാത്ത ഒരു യാഥാർത്ഥ്യമാണ്. അവർ അവരുടെ വോട്ട് പങ്കാളിത്തം ഓരോ തിരഞ്ഞെടുപ്പിലും ക്രമാനുഗതമായി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. RSSും BJPയും നടത്തുന്ന രാഷ്ട്രീയ സാംസ്കാരിക പ്രചാരണ പരിപാടികളിലൂടെയാണ് ഇത് പ്രധാനമായും നടക്കുന്നത്. എന്നാൽ ഇതിനെ ശക്തിപ്പെടുത്തുന്ന മറ്റൊരു വിഭാഗവും കേരളത്തിൽ സജീവമാണ്. ആത്മീയതയുടെ മറവിൽ സംഘപരിവാര സംഘങ്ങൾക്കു വേണ്ടി ഭക്തസംഘങ്ങളെ സംഭാവന ചെയ്യുന്ന സന്യാസി ആധ്യാത്മിക ആചാര്യന്മാരെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ തന്നെ സവർണ ദേശീയ താൽപര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന സന്യാസി സംഘങ്ങൾക്ക് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന സന്യാസി മഠങ്ങളുടെ ശാഖകൾ എന്ന നിലയിലായിരുന്നു അവയുടെ പ്രവർത്തനം. ശ്രീരാമകൃഷ്ണ മഠം പോലുള്ള അത്തരം സംഘങ്ങൾ പൊതുവെ ദേശീയതയോട് ചേർന്നു നിന്നെങ്കിലും ദാരിദ്ര്യ നിർമ്മാർജ്ജനവും ആതുര സേവന രംഗവുമൊക്കെയായിരുന്നു കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത്. കീഴാള രാഷ്ട്രീയത്തോട് ചേർന്നു നിന്നിരുന്ന ജാതിവിരുദ്ധ ആശയങ്ങളിൽ ഊന്നി പ്രവർത്തിച്ച ശിവഗിരി മഠം പോലുള്ള മറ്റൊരു ധാരയും സജീവമായിരുന്നു. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി സംഘപരിവാര രാഷ്ട്രീയത്തോട് നേരിട്ട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരുപാട് സന്യാസിമാരും സന്യാസി സംഘങ്ങളും കേരളീയ ആധ്യാത്മിക രംഗത്ത് പൊട്ടിമുളച്ചിട്ടുണ്ട്. മുസ്ലിം വിരുദ്ധത, കീഴാള വിരുദ്ധത, തീവ്ര ദേശീയത, സംവരണ വിരുദ്ധത തുടങ്ങിയ ആശയങ്ങളിലാണ് ഇത്തരം സംഘങ്ങളുടെ പ്രധാന ഊന്നൽ. അത്തരമൊരു സന്യാസി ആശ്രമമാണ് കുളത്തൂർ ആശ്രമവും അവിടുത്തെ സ്വാമി ചിദാനന്ദപുരിയും. തിരുവനന്തപുരത്തെ ചെങ്കോട്ടുകോണം ആശ്രമം, അതുപോലെ തിരുനാവായ കുംഭമേളയുടെ മുഖ്യ സംഘാടകനായ ആനന്ദവനം ഭാരതിയുടെ കേന്ദ്രം തുടങ്ങിയവ അത്തരത്തിലുള്ളവയാണ്. കഴിഞ്ഞ ദിവസം ചിദാനന്ദപുരി ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ തന്റെ സംഘപരിവാര ആഭിമുഖ്യം തുറന്നു പ്രഖ്യാപിക്കുന്നുണ്ട്. BJP നേതൃത്വം നൽകുന്ന NDAക്ക് ഏതായാലും കേരളത്തിൽ ഇപ്പോൾ അധികാരത്തിൽ വരുന്നതിനുള്ള 71-ലധികം സീറ്റുകൾ ലഭിക്കാനിടയില്ലെന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ BJPക്ക് നല്ലത് LDF അധികാരത്തിൽ വീണ്ടും വരുന്നതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രത്യേകിച്ചും പിണറായി വിജയൻ. സ്വാമിയുടെ വാക്കുകളിൽ തന്നെ പറഞ്ഞാൽ, ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുന്നതിനായി തന്നെ നിലകൊള്ളുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ ബ്രെയിൻ ഉപയോഗിച്ച് നിലകൊള്ളുന്ന പ്രസ്ഥാനങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യവസ്ഥ ഉണ്ടാവരുത്. ഇപ്പോൾ UDFൽ മുസ്ലിം ലീഗും ജമാഅത്ത് ഇസ്ലാമിയുടെ ആനുകൂല്യവും എല്ലാം ചേർന്ന അവസ്ഥയാണ് ഉള്ളത്. അത് ഉണ്ടായിക്കഴിഞ്ഞാൽ അപകടകരമാണ്. രാഷ്ട്രത്തിന്റെ സ്വത്വത്തെ ഒട്ടും ആദരിക്കാതെയും രാഷ്ട്രത്തിന്റെ ഉയർച്ചയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങൾ പറയുകയും ചെയ്യുന്ന പാർട്ടി എന്ന സങ്കുചിതത്തിലേക്ക് അമരുകയും അധികാരത്തിന് വേണ്ടി ആരുമായും കൂട്ടുകൂടുകയും ചെയ്യുന്നൊരു സ്ഥിതിയിൽ ഇന്ന് കൂടുതൽ അഭികാമ്യം ഇടതുപക്ഷമാണ്. പ്രത്യേകിച്ച് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള വ്യവസ്ഥയാണ് എന്നു തന്നെയാണ് നാം കരുതുന്നത്. അതിന് 2 കാര്യങ്ങളാണ് കാരണമായി അദ്ദേഹം പറഞ്ഞത്. നിരന്തരം പ്രക്ഷോഭങ്ങളിലൂടെയും സംഘർഷങ്ങളിലൂടെയും സമരങ്ങളിലൂടെയും വളർന്നു വന്ന ഇടതുപക്ഷം ഭരണത്തിന് ഇനിയും തുടർന്നാൽ സ്വാഭാവികമായും നശിക്കും. കാരണം ഭരണത്തിലിരിക്കുമ്പോൾ പ്രക്ഷോഭങ്ങൾ അസാധ്യമാണ്. എവിടെ CPM തുടർച്ചയായി ഭരിക്കുന്നുണ്ടോ അവിടെ അവർ തകരും. എവിടെ പ്രതിപക്ഷത്തിരിക്കുന്നുണ്ടോ അവിടെ സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒഴിഞ്ഞ സമയം കാണില്ല. തിരിച്ച് കോൺഗ്രസ് അധികാരത്തിലിരിക്കുമ്പോഴാണ് ശക്തരാവുന്നത്. അധികാരമില്ലെങ്കിൽ അവർ നശിക്കും. അതുകൊണ്ട് LDF വീണ്ടും അധികാരത്തിൽ വരണമെന്നാണ് ആഗ്രഹമെന്നും അങ്ങനെയായാൽ അടുത്ത തവണ BJPക്ക് അധികാരത്തിൽ വരാനാവുമെന്നും ആഗ്രഹിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ആത്മീയതയുടെ പേരിൽ പ്രവർത്തിക്കുകയും പച്ചയ്ക്ക് സംഘപരിവാര ഫാസിസ്റ്റ് അജണ്ടകൾ പ്രചരിപ്പിക്കുകയും നടപ്പാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഇത്തരം ഹിന്ദുത്വ സന്യാസി സംഘങ്ങളെ വിശ്വാസികളും സാധാരണക്കാരുമൊക്കെ തിരിച്ചറിയേണ്ടതുണ്ട്.